ന്യൂ ഇയർ ഒക്കെ അല്ലേ, ഇന്നൊരു വെറൈറ്റി റെസിപ്പി ആയാലോ? ചിക്കൻ സാമ്പാർ. അത് തന്നെ പേര് കേട്ട ആരും ഞെട്ടണ്ട, ചിക്കൻ സാമ്പാർ തന്നെ. കുറച്ച് പച്ചക്കറികളൊക്കെ ചേർത്ത് നമ്മൾ ചിക്കൻ കറി വെക്കുന്നു. ഈ ചിക്കൻ സാമ്പാർ എന്നുള്ള പേര് ഞാനൊരു ഹൈപ്പിനങ്ങ് പറഞ്ഞു എന്നേ ഉള്ളൂ. കുറച്ച് പച്ചക്കറികളൊക്കെ ചേർത്ത് വെക്കുന്ന ചിക്കനാണ്. ഒറ്റ തവണ നിങ്ങൾ ഇതുപോലെ ഒന്ന് വെച്ച് നോക്കട്ടോ. ഞാനൊരു തമിഴ് വീഡിയോയിൽ കണ്ടതാണ് കേട്ടോ ഈ ഒരു ഐറ്റം. ഇത് കണ്ടേ പിന്നെ എനിക്ക് തോന്നുന്നു ഒരു 3-4 തവണ ഞാനത് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പത്തിൻ്റെ, ഇഡ്ഡലിയുടെയും അതുപോലെ ദോശയുടെയും കൂടി എനിക്ക് ഏറ്റവും ഇഷ്ടമായത് കേട്ടോ ഇത്. വെറൈറ്റി റെസിപ്പികൾ ട്രൈ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു ഐറ്റമാണ്. വെളുത്തുള്ളി ഇഞ്ചി ഒന്ന് മൂപ്പിച്ച ശേഷം സവോള ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇതിലേക്ക് തക്കാളി ചേർത്ത് നന്നായിട്ടൊന്ന് വഴഞ്ഞു വന്നാൽ നമുക്ക് പൊടികൾ ചേർക്കാം. ഒരു 2 സ്പൂൺ സാമ്പാർ പൊടി, ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂണോളം ഉപ്പ്, 1 സ്പൂൺ വീതം മല്ലിപ്പൊടി, ഗരം മസാല, കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ. എരിവ് കൂടുതൽ വേണ്ടവർക്ക് 2-3 പച്ചമുളക് കൂടെ ചേർക്കാം. പൊടിയുടെ പച്ചമണമൊക്കെ മാറിക്കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ചിക്കൻ ചേർക്കാം. ഞാനിവിടെ ഒരു 400 ഗ്രാമാണ് കേട്ടോ ചിക്കൻ എടുത്തിരിക്കുന്നത്. കുറച്ച് ചെറിയ കഷ്ണങ്ങളായിട്ട് എടുത്തിരിക്കുകയാണ്. പച്ചക്കറികളായിട്ട് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് ഒരു ഉരുളക്കിഴങ്ങും അതുപോലെ ഒരു വലിയ മുരിങ്ങക്കായും കുറച്ച് ഫ്രഷ് ഗ്രീൻ പീസുമാണ്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം ഇതൊന്ന് കവർ ചെയ്യാൻ പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തോളൂ. ഇനി ഇത് അടച്ചു വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ഇത് ഏതാണ്ട് ഒരു 20-25 മിനിറ്റിൽ നമുക്ക് വെന്ത് കിട്ടും. ഇതിലേക്ക് ഒരു ഐറ്റം കൂടെ ചേർക്കാനുണ്ട്. കഷ്ണങ്ങളൊക്കെ അങ്ങ് വെന്ത് കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം നമുക്കിതിലേക്ക് നല്ല തേങ്ങാപ്പാൽ 1 കപ്പ് കൂടെ ചേർത്ത് ഒന്നങ്ങ് ഇളക്കി യോജിപ്പിക്കാം. കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും ഈ സമയത്ത് അങ്ങ് ചേർത്ത് കൊടുത്തോളൂ. വെറൈറ്റികൾ പരീക്ഷിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഒരു മസ്റ്റ് ട്രൈ ഐറ്റം തന്നെയാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയട്ടോ.